ഹലോ ഹലോ. ബാബച്ചിയെ, എന്തോയി? എവിടെയാണ് എൻ്റെ മുത്ത്? ഞാനിവിടൊക്കെ തന്നെ ഉണ്ട്. എന്നെ കണ്ടിട്ട് ഇത്ര നാളായെന്നറിയോ? ആ, ഞാൻ വിചാരിച്ചു നമ്മളൊക്കെ മറന്നാവും. എൻ്റെ പൊന്നാര മോളെ, ഉം. എന്നെ കാണാണ്ടിരിക്കാൻ പറ്റണില്ല. ആ, അതൊക്കെ മനസ്സിലായി. എത്ര ദിവസമായി? ഒരാഴ്ചയായി. അതൊന്നല്ല, പിന്നെ ഞാൻ വിചാരിക്കണേ, ആ ജോലി റിസൈൻ ചെയ്തിട്ടേ എൻ്റെ വാവച്ചീൻ്റെ അടുത്തോട്ട് വന്നാലോ? അങ്ങനെ ഇപ്പൊ വരണ്ട കേട്ടോ. ഞാൻ നാട്ടിലേക്ക് വരാൻ നിൽക്കുമ്പോഴല്ലോ പുതിയൊരു ജോലി കിട്ടിയത്. എന്ത് ചെയ്യാനാ, ഞാൻ വിചാരിക്കുന്നത് റിസൈൻ ചെയ്ത് എൻ്റെ അടുത്തേക്ക് വന്നാലോ. അങ്ങനെ ഇപ്പൊ വരണ്ട. നിങ്ങളെ ജോലി ഒന്നും ചെയ്യണ്ട കേട്ടോ. എൻ്റെ വാവച്ചീനെ എനിക്ക് ഭയങ്കരമായിട്ട് മിസ്സാവുന്നുണ്ട് ഇപ്പോൾ. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ വരട്ടെ. ഉണ്ട്, ഇങ്ങോട്ടേക്ക് വന്നാ വാവച്ചി എന്നെ നോക്കാൻ സമയം കിട്ടൂല. നിങ്ങളെ നോക്കാൻ എനിക്ക് സമയം കിട്ടല്ലോ, അത് പോരെ. എനക്ക് സമയം കിട്ടിയാൽ എനക്ക് കിട്ടണ്ടേ? എന്നാലും കുഴപ്പമില്ലാണ്ട് കിട്ടല്ലോ. എനക്ക് കിട്ടില്ലാടോ. ഫുഡ് കഴിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഒക്കെ കിട്ടല്ലോ. അതും കിട്ടൂല വാവച്ചി. എന്തെങ്കിലും ഫുഡ് കഴിക്കാറോ ഉറങ്ങാറൊന്നുമില്ലേ? 24 മണി പണിയാ? അങ്ങനെയല്ല വാവച്ചി, അതെ, ഞാൻ ബേസിക് ആയിട്ടൊരു കാര്യം പറഞ്ഞതാ. ഞാൻ വിചാരിച്ചേ ഉം. പുതിയ ജോബൊക്കെ കിട്ടിയപ്പോ ഇത്തിരി തള്ളല് കൂടിയുണ്ട്. എന്താണ് ആവശ്യം? ഞാൻ എന്നോട് എന്തെങ്കിലും തള്ളിയിട്ടുണ്ടോ? എന്നെ വിളിക്കാറുണ്ടായിനി തള്ളാൻ വേണ്ടിട്ട്. അതാ ഞാൻ പറഞ്ഞത്. പിന്നെന്താ അങ്ങനെ പറഞ്ഞത്? ഒന്നുമില്ല സാറേ. അതെ, ഇങ്ങനൊന്നും വിളിക്കാണ്ടിരിക്കില്ല കേട്ടോ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഡ്യൂട്ടി ഈസ് ഫസ്റ്റ്. ഡ്യൂട്ടീസ് ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നു നമ്മളൊന്നും നോക്കണ്ട. എനിക്ക് ദേഷ്യം വെച്ചാൽ ഞാൻ വീട്ടിക്കോ. അതല്ല വാച്ച്, ഞാൻ ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടോ എൻ്റെ അടുത്ത്. ചോദിച്ചു. എൻ്റെ വാച്ചായോണ്ട് ഞാൻ ചോദിക്കണത്. എനിക്ക് പോകുന്ന അധികാരം ഉണ്ടല്ലോ. പറ. അനക്കേ എന്നോട് എന്തേലും സ്നേഹമുണ്ടോ? സ്നേഹമുള്ളതുകൊണ്ടല്ലേ ഞാൻ ഇത്രയും നാളും പിടിച്ചെന്ന്. എന്നാലേ ഞാൻ എന്നോട് ചോദിച്ചിട്ടല്ലേ ഇങ്ങനെ ഒരു തീരുമാനം എവിടെ എടുത്തത്? പിന്നെ എന്തിനാ ഇങ്ങനെ പറയണമെന്നല്ല, ജസ്റ്റ് സമയം കിട്ടിയ ഒരു 5 മിനിറ്റ് മതി. ജസ്റ്റ് മെസ്സേജ് കിട്ടാ പോയി. അവിടെ ഫോൺ എടുക്കാൻ പറ്റാത്തോണ്ടല്ലേ വായിച്ച എന്നെ വിളിക്കാത്തത്? എനക്കറിയില്ല അതെല്ലാം. അതുകൊണ്ടാ ക്ഷമിക്കണം. എന്നോട് ഇതെല്ലാം പറഞ്ഞിട്ടല്ലേ ഞാൻ ജോലിക്ക് കയറിയത്. പിന്നെന്തിനാ ഈ ഇപ്പൊ പരിഭവം പരാതിയൊക്കെ പറയാൻ എൻ്റെ അടുത്ത് വരുന്നേ? അതൊക്കെ എല്ലാവർക്കും ഉള്ളതാ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എന്നെ കാണാണ്ടിരിക്കാൻ പറ്റുന്നില്ല. എന്നോട് സംസാരിക്കുമ്പോ എന്തോ ഒരു മൂടൗട്ടാ, മൈൻഡ് മൊത്തം പോവും. അതെ, ഓയ് ഞാൻ അങ്ങോട്ട് വരട്ടെ പോയി. ഇങ്ങോട്ട് വന്നാലും വാച്ച് എന്നെ കിട്ടണ്ട എനിക്ക്. രാത്രി വന്നാലും ഞാൻ ലേറ്റ് ആയിട്ട് വന്നാലും പിന്നെ എന്ത് പറയാനാ? അതുവരെ ഞാൻ കാത്തിരുന്നോളാം. എന്നാലും എൻ്റെ ഉറക്കം പോവും. അത് സാരമില്ല. വേണ്ട വാച്ച്, നിനക്ക് എന്നെ കൊണ്ടുപോകാൻ പറ്റുമോ? ഇൻഷാ അല്ലാ ഇത് പെർമനന്റ് ആയാല് എന്നെ ഉറപ്പായിട്ട് കൊണ്ടുവരും. അത് മതി. അതിന് കുറച്ച് ടൈം വേണം. ആയിക്കോട്ടെ, ഇത്രയും ടൈം എടുത്തില്ലേ? തീരുമ്പോ തീരത്തില്ല. അത് എടുക്കാനാണോ? ബിക്കോസ് ഈസ് എ വെരി റിസ്ക് എലമെന്റ്സ്. ടഫ് കോമ്പറ്റീഷൻ ആണ്. അതെ, ഇടക്കൊക്കെ ഇങ്ങനെ ചിന്തിക്കണം, ഭാര്യ വീട്ടിലൊക്കെ ഉണ്ടെന്ന്. അത് ചിന്തിക്കുന്നോണ്ടല്ലേ എന്നെ വിളിക്കാൻ കുറച്ച് സമയമെങ്കിലും കണ്ടെത്തുന്നേ. അതുണ്ടാവണമെന്നാ പറയുന്നത്. അത് സാരമില്ല, എൻ്റെ മോളെ കഴിഞ്ഞിട്ട് വേറെ ആരുമില്ല. അതുപോലെ അത് മതി. കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കട്ടോ, തീർന്നിട്ടില്ല. ശരിക്ക.